അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചാലഞ്ച് 3-4 വർഷം കൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവരൊക്കെ ചിലപ്പം ഔട്ട്ഡേറ്റായി പോയേക്കാം. കാരണം സി ക്വാളിഫിക്കേഷൻ വേണം ഇനി നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ. പുതിയ യങ് ഗ്രാജുവേറ്റ്സൊക്കെ നമ്മളെപ്പോലെ BCom MCom MBA മാത്രം എടുത്തിട്ടല്ല അവർ വരുന്നത്. സി ക്വാളിഫിക്കേഷനായിട്ടാണ് അവർ വരുന്നത്. സി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ACCO CMAയോ CPO പോലുള്ള ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടാണ് വരുന്നത്. 3-4 വർഷം കൊണ്ട് അവർ മാർക്കറ്റിൽ നിറയും. അന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായാൽ പോരാ. ഇപ്പം തന്നെ നിങ്ങൾ നല്ലൊരു ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുക. സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതുള്ളവർക്കേ വിളി വരുന്നുള്ളൂ. ഈവൻ പണ്ട് ATS ഉപയോഗിച്ചിട്ടാണ് ഫിൽട്ടർ ചെയ്തിരുന്നത്. ഇന്ന് ATS ഒന്നുമല്ല, ChatGPTയിലേക്ക് നേരെ CV അങ്ങ് ഇട്ട് കൊടുക്കുന്നു, പ്രോംപ്റ്റ് കൊടുക്കുന്നു, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ, ഇന്ന എക്സ്പെർട്ടൈസ് ഉള്ള ആൾ. അപ്പോൾ നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും എക്സ്പീരിയൻസ് മതി എനിക്ക് നല്ലൊരു ജോലി കിട്ടാൻ എന്നുള്ള കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റാർട്ട് നൗ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. കുറച്ച് സമയം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഈ ടീഷർട്ടിൽ എഴുതി കണ്ടില്ലേ, തിങ്ക് ബോൾഡ്, ബ്രേക്ക് യുവർ ഓൺ ലിമിറ്റേഷൻസ്. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്താൽ യു ആർ സേഫ്. അതർവൈസ് യു ഗോയിങ് ടു സ്ട്രഗിൾ. ഇപ്പോഴൊരു ജോബ് ഇഷ്ടപ്പെട്ടാൽ പോലും അതേ ലെവലിലൊരു ജോബ് കിട്ടാൻ നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യും. സി യു വിത്ത് മോർ ലേണിങ്സ്.